നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയെന്ന ആരോപണം നേരിട്ട് പോലീസ് ഉദ്യോഗസ്ഥനെ തന്ത്രപ്രധാനമായ തസ്തികയിൽ നിന്ന് നിയമിച്ചു UDF സർക്കാർ. ജില്ലയിലേക്ക് പുറത്തേക്ക് സ്ഥലം മാറ്റിയായിരുന്നു PV അലിയാർ ഉദ്യോഗസ്ഥനായ മൂന്നാർ സ്പെഷ്യൽ ബ്രാഞ്ച് നിയമിച്ചു. ആരോപണ വിധേയരായ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി എന്ന കർശന നിർദ്ദേശം നിലനിൽക്കെയാണ് ഈ വിവാദ നിയമനം. സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, എന്താണ് പുതിയ വിവരം? സംഭവം ഉണ്ടാകുന്നത് 2022 മൂന്നാർ ഭാഗത്തെ പോപ്പുലർ ഫ്രണ്ട് സാന്നിധ്യത്തെ കുറിച്ച് റിപ്പോർട്ട് നൽകിയ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ കുടുംബ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള ഡേറ്റ മൂന്നാർ പോലീസ് സ്റ്റേഷനിലെ കമ്പ്യൂട്ടറിൽ നിന്ന് ചോർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് SDPIയുടെ പ്രാദേശിക ഗ്രൂപ്പുകളിൽ അംഗമായിരുന്ന TB അലിയാർ എന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനും മറ്റു രണ്ടുപേരും ഇതുമായി ബന്ധപ്പെട്ട് ആരോപണം നേരിടുന്ന സാഹചര്യമുണ്ടായി. തുടർന്നാണ് അന്നത്തെ SP ആയിരുന്ന R കറുപ്പുസ്വാമിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയത്. ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിവരങ്ങൾ ചോർത്തിയതിൽ പങ്കുണ്ട് എന്ന് കണ്ടെത്തുകയും ഈ ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇവരെ മൂന്നാർ സ്റ്റേഷനിൽ നിന്ന് മാറ്റുകയും ചെയ്തു. നമ്മൾ നിലവിൽ ആരോപണ വിധേയനായിട്ടുള്ള ഈ സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക് നിയമിതനായിട്ടുള്ള TB അലിയാറെ ആദ്യഘട്ടത്തിൽ മുല്ലപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്കും അതിനുശേഷം അവിടെ നിന്ന് എറണാകുളം പോലീസ് സ്റ്റേഷനിലേക്കും സ്ഥലം മാറ്റുകയുണ്ടായി. അതിനുശേഷം ഏതാനും വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ തിരികെ മൂന്നാറിലെ ട്രാഫിക് പോലീസ് ആയി നിയമിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ഒരു തന്ത്രപ്രധാനമായ രഹസ്യാന്വേഷണ വിഭാഗത്തിലേക്ക് പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിലേക്ക് UDF സർക്കാർ എത്തിയതോടുകൂടി സ്ഥാനക്കയറ്റം ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവും പുറത്തു വന്നിട്ടുണ്ട്. ഈ സമാനമായ രീതിയിൽ കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു RSS നേതാക്കളുടെ വിവരങ്ങൾ ചോർത്തി നൽകിയ കേസിൽ ഒരു പോലീസുകാരനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിനുശേഷം ഇയാൾ കോടതി മുഖാന്തരം പോവുകയും ഈ തെളിവുകളില്ലെന്ന് കണ്ട് കോടതി ഇയാളെ വീണ്ടും സർവീസിൽ കയറ്റുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഈ ഗുരുതരമായ ആരോപണം നിലനിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക് നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്നുള്ളത്, ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കുന്ന അന്വേഷണം മറ്റൊരു വഴിയെ നടന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ തന്ത്രപ്രധാനമായ ഈ രഹസ്യാന്വേഷണ വിഭാഗത്തിലേക്ക് നിയമിക്കരുത് എന്നുള്ള കർശനമായ നിയമം അത് പോലീസിൽ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലൊരു നിബന്ധന നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ നിബന്ധന മറികടന്നുകൊണ്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ നിലവിൽ ഈ തന്ത്രപ്രധാനമായ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിയമിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു ആശങ്ക നേതാക്കൾ, അതായത് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ഇനിയും കൂടുതൽ വിവരങ്ങൾ പോലീസിന്റെ തന്ത്രപ്രധാനമായ കാര്യങ്ങളും അതോടൊപ്പം തന്നെ പോലീസിൽ നിന്നുള്ള വിവരങ്ങളും ഇനിയും ചോരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥനെ ഈ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്നൊരു ആവശ്യമാണ് BJP ഉൾപ്പെടെ മുമ്പോട്ട് വയ്ക്കുന്നത്.